Hello everyone, welcome to Disha Academy. നമ്മുടെ സ്പീഡ് മാത്സിന്റെ 3 സെക്ഷൻസ് കഴിഞ്ഞായിരുന്നു. ഇത് 4ാമത്തെ സെക്ഷൻ ആണ്. ഈ 3 സെക്ഷൻസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സെക്ഷൻസ് കാണാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ആണ്. ഇന്ന് പഠിക്കാൻ പോകുന്ന മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ 100 പ്ലസ് ഉള്ള നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് പഠിച്ചു. 100 മൈനസ് 99 into 98 അങ്ങനെയുള്ള, അതുപോലെ 37ന്റെ പ്രത്യേകത 111ന്റെ മൾട്ടിപ്പിൾ, അങ്ങനെയുള്ള മൾട്ടിപ്പിൾസ് ട്രിക്സ് ഒക്കെ എല്ലാം പഠിച്ചു. ഒരു ഈ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഒരു ഈവൻ നമ്പറും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ 25ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് 4ഉമായിട്ട് പെയർ ചെയ്ത് ചെയ്യുന്നത് ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു കോൺസ്റ്റന്റ് നമ്പർ, ഒരു 2 ഡിജിറ്റ് നമ്പറിൽ ആദ്യത്തെ നമ്പർ കോൺസ്റ്റന്റ് ആണെങ്കിൽ, ആദ്യത്തെ നമ്പർ സെയിം ആണെങ്കിൽ, നോക്കി ഫോർ എക്സാമ്പിൾ 11 into 19 ആദ്യത്തെ നമ്പർ സെയിമും ആയിരിക്കണം. രണ്ടാമത്തെ നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. നോക്കി ഈ 1ഉം 9ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 ആവത്തില്ലേ, സോറി 1ഉം 9ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആവത്തില്ലേ. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ്സിന്റെ സം, യൂണിറ്റ് ഡിജിറ്റിന്റെ സംസ് 10 ആയ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ആണ് നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് ഡിജിറ്റിന്റെ സം എന്ന് പറയുന്നത് 10 ആയിരിക്കണം. സം ഓഫ് യൂണിറ്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 10 ആയിരിക്കണം. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? സം ഓഫ് യൂണിറ്റ് ഡിജിറ്റ്സ് 10 ആണെങ്കിൽ, സം ഓഫ് യൂണിറ്റ് ഡിജിറ്റ്സ് 10 ആയി വരുന്നത് 2 8 ആവാം, 7 3 ആവാം, 6 4 ആവാം. അപ്പൊ അങ്ങനെയുള്ള കോമ്പിനേഷൻ വരെയും ചെയ്യണം. ഫസ്റ്റ് ഡിജിറ്റ് സെയിം ആവുകയും വേണം അല്ലെ. അങ്ങനെയുള്ള നമ്പേഴ്സിനെ എങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ 11 into 19 അതേ പ്രത്യേകതയുള്ള നമ്പറാണ്. വേറൊരു എക്സാമ്പിൾ പറയാം, 12 into 18. എന്താ പ്രത്യേകത? 1ഉം 9ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ്, 2ഉം 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ്. ഫോർ എക്സാമ്പിൾ പറയാം 13 into 17. 3ഉം 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ്. ഫോർ എക്സാമ്പിൾ പറയാം 14 into 16. 4ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ്. 24 into 26. 4ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ്. ഇത് കോൺസ്റ്റന്റ് ആണ്, മനസ്സിലായോ? 34 into 36. 4ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ്. ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഏതൊക്കെ കേസിലാ വരുന്നത്? യൂണിറ്റ് ഡിജിറ്റ്സിന്റെ സം 10 ആവും വേണം, മറ്റേ നമ്പർ കോൺസ്റ്റന്റ് ആവും വേണം. ഫോർ എക്സാമ്പിൾ 51 into 56. 59. 51 into 59. നോക്കി ഇത് രണ്ട് സെയിം നമ്പർ അല്ലേ, 5 5. 1ഉം 9ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 അല്ലേ. അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഇനി 11 into 19 എന്താണ്? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേ, നിങ്ങൾ നോർമലി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേ. 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 19നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു 19 കൂടെ ആഡ് ചെയ്താൽ മതി, 209 ആണ് വരുന്നത്. സോ അത് തന്നെയാണ് ആൻസർ. നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. എങ്ങനെ? 11 into 19 ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് എന്താ? 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് എന്താ? 1 എഴുതുക, 9 എഴുതുക, ആഡ് ചെയ്ത് നടുക്ക് എഴുതുക. 1 plus 9 10 ആണ്. സോ നടുക്ക് എഴുതാൻ നേരത്തെ 0 ഉള്ളൂ, ബാക്കി 1 ഇങ്ങോട്ട് ആഡ് ചെയ്യണം, 209. അപ്പൊ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഒരു ടൈപ്പ് കൂടെ നോക്കാം. 11ന്റെ ട്രിക്ക് ഒന്നും അല്ല നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോണേ. 11 into 19 ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ രണ്ടിടത്തും ആ കോൺസ്റ്റന്റ് ആയിട്ട് വന്നിരിക്കുന്ന നമ്പർ 1 അല്ലേ, 1ന്റെ കൂടെ അതിന്റെ നെക്സ്റ്റ് നമ്പർ ആയി 2 മൾട്ടിപ്ലൈ ചെയ്യാം. 1ന്റെ കൂടെ അതിന്റെ നെക്സ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം. 1ന്റെ നെക്സ്റ്റ് നമ്പർ എന്താ? 2 അല്ലേ. സോ 2 എഴുതുക. എന്നിട്ട് ഈ 1ഉം 9ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 1ഉം 9ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ആണ്. സോ കോമ്പൻസേറ്റ് ചെയ്യാൻ 2 ഡിജിറ്റ് ആയിട്ട് എഴുതേണ്ടതുണ്ട്. നമ്മുടെ ട്രിക്ക് 1ഉം 2ഉം ക്ലാസ്സുകൾ കണ്ടവർക്ക് അറിയാം. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. 2 ഡിജിറ്റ് എഴുതേണ്ടതുകൊണ്ട് 09 കൊടുത്തു. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 11 into 19 അവിടെ നിൽക്കട്ടെ. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 12 into 18 നോക്കാം. ഈ പ്രത്യേകതകളൊക്കെ ഉള്ള നമ്പർ ആണോ? അതെ. 2 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ്. ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് 1 ആണ് കിടക്കുന്നത്. സോ 1ന്റെ കൂടെ നെക്സ്റ്റ് നമ്പർ, 1ന്റെ നെക്സ്റ്റ് നമ്പർ 2 മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 1 2. then 2 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 16. 16 കിട്ടുക ആൻസർ അല്ലെ, 216. ക്ലിയർ ആണോ? അടുത്ത എക്സാമ്പിൾ നോക്കാം. നമുക്ക് 13 into 17. 3ഉം 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ്, മറ്റേത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്ത് കിട്ടും? 1ന്റെ കൂടെ അതിന്റെ നെക്സ്റ്റ് നമ്പർ 2 മൾട്ടിപ്ലൈ ചെയ്യുക, 2 കിട്ടും. 3 into 7 21. 221. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമ്മുടെ SSC RRB ബാങ്ക്, നമ്മുടെ ബാങ്ക് എക്സാംസിന്റെ കോച്ചിങ്സ് എല്ലാം നമ്മൾ ഓഫ്ലൈൻ സെന്ററുകളിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുപോലെ SSCയുടെ RRBയുടെ ഒക്കെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാങ്ക് എക്സാമിന്റെ സീസൺ ആണിത്. അപ്പൊ സ്പീഡ് മാത്സ് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് വന്ന്
ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് കൊല്ലം, കൊട്ടാരക്കര, തൃശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം അക്കാഡമീസിൽ നമ്മുടെ ബാങ്കിന്റെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളെങ്കിൽ ദിശയുടെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് ഇതിലുണ്ട്. കൊല്ലം ആണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ കൊട്ടാരക്കര, തൃശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം. ദെൻ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പാറ്റേണിൽ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. 14 into 16. 14 into 16 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? 2 എഴുതുക. 1 into 2 2, then 4 into 6 24. എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22 into 28. ഇതുപോലൊന്ന് പറഞ്ഞേ. 22 into 28. 22 into 28. രണ്ടും 2-ലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പൊ 2 into 3 ചെയ്താൽ പോരെ? 2ന്റെ കൂടെ അതിന്റെ നെക്സ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. 2ന്റെ കൂടെ അതിന്റെ നെക്സ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ, അത് 6 ആണ്. സോ 6 എഴുതുക. പിന്നെ 2 into 8 എത്ര ആണെന്നോ അത് എഴുതുക. 2 into 8 16. 616 എന്ന് വരും. അപ്പൊ 2-ൽ സ്റ്റാർട്ട് ചെയ്യാം, 3-ൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഏതിൽ സ്റ്റാർട്ട് ചെയ്തോട്ടെ, പക്ഷെ സെയിം ഡിജിറ്റ്സ് ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് ഡിജിറ്റ്സിന്റെ സം 10 ആയാൽ മതി. ഈ ട്രിക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ 23 into 27 എന്ത് വരും? പെട്ടെന്ന് ആൻസർ ചെയ്തേ. 23 into 27. 23 into 27 എന്നൊക്കെ എഴുതി ചെയ്യോ ഇനി? 23 into 27 എന്നൊക്കെ എഴുതി ചെയ്യോ? പെട്ടെന്ന് ആൻസർ ചെയ്തേ. എന്താണ്? 2-ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 6. 3-ഉം 7-ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു 21. 621. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. 2-ൽ സ്റ്റാർട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി 3-ൽ സ്റ്റാർട്ട് ചെയ്ത ക്വസ്റ്റ്യനും ഇതുപോലെ ചെയ്യാം. എന്താ ചെയ്യണ്ടേ? രണ്ട് നമ്പറും 3-ലാ സ്റ്റാർട്ട് ചെയ്യുന്നത്. 34 into 36. 34 into 6 36. ആൻസർ പറഞ്ഞേ. 3യുടെ കൂടെ അതിന്റെ നെക്സ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ ആ. 3യുടെ കൂടെ 4 മൾട്ടിപ്ലൈ ആ 12. then 4-ഉം 6-ഉം കൂടെ മൾട്ടിപ്ലൈ ആ 24. 12 24. എല്ലാവർക്കും കിട്ടിയോ? ആൻസർ കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ മോഡലിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 42 into 48. 4-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ അല്ലെ. 42 into 48. 4-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ആണ്. 4-ന്റെ കൂടെ 5 മൾട്ടിപ്ലൈ ആ 20 എഴുതുക. 2 into 8 16. 2016. 5-ൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 5 into 6 ചെയ്യാം. 6-ൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 6 into 7 ചെയ്യാം. 7-ൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 7 into 8 ചെയ്യാം. മോഡൽ പിടികിട്ടിയോ? 63 into 67. ആൻസർ പറഞ്ഞേ. 63 into 67. ആൻസർ പറഞ്ഞേ. 6 into 7 42. then 21. 42 21. എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയല്ലോ? ഓക്കെ ആണല്ലോ? ഞാനപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 106 into 104 ഇതേ മോഡലിൽ ഒന്ന് ചെയ്യാമോ? നമുക്കറിയാം 106 into 104 നമ്മളുടെ കയ്യിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത. ഇവിടെ 6 കൂടുതലാണ്, ഇവിടെ 4 കൂടുതലാണ്, അപ്പൊ 10 കൂടുതലാണ്. സോ 100ന്റെ കൂടെ 10 ആഡ് ചെയ്തു. ഇവിടെ 6 കൂടുതലാണ്, ഇവിടെ 4 കൂടുതലാണ്, അപ്പൊ 6 4 10 കൂടുതലാണ്. സോ 100ന്റെ കൂടെ 10 ആഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് 6 into 4 24. ഇതാണ് ആൻസർ എന്ന് നിങ്ങൾക്ക് അറിയാലോ? അറിയാം. പക്ഷെ നമുക്ക് ഈ മെത്തേഡിലും കൂടെ ചെയ്യാവേ. 6-ഉം 4-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ്. 6-ഉം 4-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ്. ഈ നമ്പർ സെയിം ആണ്. രണ്ടിടത്തും 10 ആണ്. അപ്പൊ 10ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? നെക്സ്റ്റ് നമ്പർ. 10ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? നെക്സ്റ്റ് നമ്പർ. 10ന്റെ കൂടെ നെക്സ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 110 കിട്ടും അല്ലെ. 10ന്റെ കൂടെ അതിന്റെ നെക്സ്റ്റ് നമ്പർ ആയ 11 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 110 കിട്ടും. then 6 into 4 24. so same answer തന്നെ വന്നോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് എന്നുള്ളത് ഈ ഒരു പാറ്റേണിൽ എടുക്കാം. മനസ്സിലായോ? ഈ ഒരു പാറ്റേണിൽ എടുക്കാം. ഒരു എക്സാമ്പിളോടെ പറയാം. 112 into 180. ഗസ് ചെയ്യാം ആൻസർ. 112 into 180. നേരത്തെ പോലെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടോ? 2-ഉം 8-ഉം ആണ് യൂണിറ്റ് ഡിജിറ്റ്. സം ചെയ്യുമ്പോൾ 10 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 11നെ പിക്ക് ചെയ്യാം. 11 സെയിം 11 വന്നു. 11ന്റെ കൂടെ നെക്സ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ ആ. 11ന്റെ കൂടെ നെക്സ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ. നിങ്ങൾക്ക് മനസ്സിലായോ? യൂണിറ്റ് ഡിജിറ്റ്സ് മാറ്റാം. യൂണിറ്റ് ഡിജിറ്റ്സ് 2-ഉം 8-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രം മറ്റു രണ്ട് നമ്പേഴ്സ് സെയിം ആണെങ്കിൽ അതിന്റെ കൂടെ
നെക്സ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ 11 into 12 എത്ര 1 എഴുതി 2 എഴുതി ആഡ് ചെയ്ത് നടുക്ക് എഴുതി. ഇപ്പൊ 2 ക്ലാസ്സുകൾ കാണാത്തവർ 3 ക്ലാസ്സുകൾ കാണാത്തവർ കണ്ടിട്ട് തന്നെ ഈ ഒരു ക്ലാസ് കാണാം കേട്ടോ, എന്നാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. സോ 132 എഴുതി 132 എഴുതി എന്നിട്ട് 2 8 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. സോ 60 132 16 132 16. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതേ പാറ്റേണിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 141 into 149. നിങ്ങളൊക്കെ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? 149 into 141 ഇങ്ങനെ ചെയ്യത്തില്ലേ? ഇങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യണ്ട. എന്ത് ചെയ്യാം? ഇവിടെയും നോക്കുക. 1 ഉം 9 ഉം കൂടെ ആഡ് ചെയ്യുമ്പോ 10 ആണ്. 14 സെയിം നമ്പേഴ്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, സെയിം നമ്പറും ഒരു 2 ഡിജിറ്റ് എക്സ് വൈ, ഈ എക്സും വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ്. ഇപ്പുറത്തെ സെയിം നമ്പറും ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രിക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ എന്താണ് ആ ട്രിക്ക്? 14ന്റെ കൂടെ അതിന്റെ നെക്സ്റ്റ് നമ്പർ ആയ 15 മൾട്ടിപ്ലൈ ചെയ്യണം. 14ന്റെ കൂടെ 15 മൾട്ടിപ്ലൈ എന്നുള്ള ട്രിക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 14ന്റെ കൂടെ 15 മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് 14ന്റെ പകുതിയായ 7ന്റെ കൂടെ 15ന്റെ ഇരട്ടിയായ 30 മൾട്ടിപ്ലൈ ചെയ്താൽ 7 into 3 21 210 കിട്ടും അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചതാ, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. സോ 210 കിട്ടി. 210 എഴുതി. 14 into 15 210. Then 1 into 9. 1 into 9 ചുമ്മാ 9 എഴുതാൻ പറ്റുമോ? 09 എഴുതണം. 3 into 4 ആയിരുന്നെങ്കിൽ 12 എന്നല്ലേ എഴുതുന്നത്? 2 ഡിജിറ്റ് ഇല്ലേ? അപ്പൊ ആ 2 ഡിജിറ്റ് ഇവിടെയും കാണിക്കണ്ടേ? സോ 09 എഴുതാൻ മറക്കില്ല. 09 എഴുതാൻ മറക്കില്ല. ഇപ്പൊ 1 into 1 ആയനോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ 09 എടുക്കാൻ മറക്കില്ല. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് ആ ഒരു സെറ്റ്. എന്താ നമ്മൾ പറഞ്ഞത്? യൂണിറ്റ് ഡിജിറ്റിന്റെ സം 10 ആണെങ്കിൽ മറ്റു 2 നമ്പേഴ്സ് സെയിമോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രിക്ക് അപ്ലൈ ചെയ്യാം. ഇനി വേറൊരു പാറ്റേൺ നോക്കാം. 12 into 92. ഇത് അടുത്തൊരു പാറ്റേൺ. 12 into 92. എന്താ ഇതിന്റെ പ്രത്യേകത? 12 into 92. യൂണിറ്റ് ഡിജിറ്റ് സെയിം ആണ്. ഓക്കെ, യൂണിറ്റ് ഡിജിറ്റ് സെയിം ആണ്. മറ്റ് 2 ഡിജിറ്റിന്റെ സം 10 ആണ്. തിരിച്ചു വന്നു. നേരത്തെ യൂണിറ്റ് ഡിജിറ്റിന്റെ സം 10 വരണം, മറ്റ് 2 ഡിജിറ്റ് സെയിം വരണം. നേരെ ഉൾട്ട. നമ്മൾ നേരത്തെ പഠിച്ച 21 into 29 ഇത് രണ്ടും സെയിം ആയിരുന്നു. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടണം. ഇവിടെ പറയുന്നത് 12 into 92. എന്താ പ്രത്യേകത? യൂണിറ്റ് ഡിജിറ്റ് സെയിം ആണ്, മറ്റേ 2 ഡിജിറ്റ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടണം. അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ആണ് ഇനി പറയാൻ പോണത്. ഓക്കെ ആണല്ലോ? സ്റ്റാർട്ട് ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കേ, 12 into 90. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 ഉം 9 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 1 into 9 9 ആണ്. ആ 9ന്റെ കൂടെ ആ സെയിം നമ്പർ ഉണ്ടല്ലോ, അതായത് 2 ആഡ് ചെയ്യണം. 9 plus 2 11. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഇനി 2 ഉം 2 കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 4 എന്ന് എഴുതോ 04 എന്ന് എഴുതോ? നിങ്ങൾ തന്നെ പറ. കുറെ ആയില്ലേ? 04. യെസ്, 04 എന്ന് എഴുതും. മനസ്സിലായോ? ആദ്യം ഇത് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ, എന്നിട്ട് 2 ആഡ് ചെയ്യാൻ മറക്കല്, പിന്നെ ഇത് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ആദ്യത്തെ 2 ഡിജിറ്റ് എങ്ങനെ എഴുതുന്നത്? ഒന്നുകൂടെ പറയാം. ആദ്യത്തെ 2 ഡിജിറ്റ് എങ്ങനെ എഴുതുന്നത്? 1ന്റെ കൂടെ 9 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 ആഡ് ചെയ്താൽ 1 into 9 9 ആണ്, പ്ലസ് 2 11. Then 2 into 2 4 ആണ്, പക്ഷെ 2 ഡിജിറ്റ് എഴുതേണ്ടത് കൊണ്ട് 04 എന്ന് എഴുതണം. ഓക്കെ ആണോ? എക്സാമ്പിൾ കൂടെ നോക്കാം. കുറച്ചുകൂടെ ക്ലിയർ ആവട്ടെ അല്ലെ? കുറച്ചുകൂടെ ക്ലിയർ ആവട്ടെ. 13 into 93. 13 into 93. യൂണിറ്റ് ഡിജിറ്റ് സെയിം ആണോ? അതെ, യൂണിറ്റ് ഡിജിറ്റ് സെയിം ആണ്. മറ്റു 2 ഡിജിറ്റിന്റെ സം 10 ആണോ? അതെ, മറ്റു 2 ഡിജിറ്റിന്റെ സം 10 ആണ്. സോ അപ്ലൈ ചെയ്തോ. 1 into 9 9. 9 plus 3 12 ആണ്. ശരിയല്ലേ? 3 into 3 9 ആണ്, പക്ഷെ 09 എഴുതണം. മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? 1 into 9 9 ആണ്. 9ന്റെ കൂടെ 3 ആഡ് ചെയ്യാൻ മറക്കല്ല്. സോ 12 കിട്ടും. Then 3 into 3 9 എഴുതല്, 09 എഴുതണം. ഒരു എക്സാമ്പിളും കൂടെ. ഇത് കറക്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് പറഞ്ഞേ. 25 into 85. 25 into 85.
യൂണിറ്റ് ഡിജിറ്റ് സെയിം ആണ്, മറ്റു രണ്ട് ഡിജിറ്റ്സിന്റെ സം 10 ആണ്. യൂണിറ്റ് ഡിജിറ്റ് സെയിം ആണ്, മറ്റു രണ്ട് ഡിജിറ്റ്സിന്റെ സം 10 ആണ്. അപ്ലൈ ചെയ്യാലോ ട്രിക്ക്, ഈ ട്രിക്ക് അപ്ലൈ ചെയ്യാലോ. എന്ത് വരും? 2 into 8 16 16 16 plus 5 എടുക്കാൻ മറക്കല്ല്. 16 plus 5 21. Then 5 into 5 25. 21 25. ഈസി അല്ലേ? ഈസി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ അതേ മോഡൽ 36 into 76. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ, പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. നമ്മൾ ഈ ട്രിക്സ് പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു 36 into 76 കണ്ട ഉടനെ 76 into 36 ഇങ്ങനെ ചെയ്യാതെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് ഡിജിറ്റ് സെയിം ആണ്. യൂണിറ്റ് ഡിജിറ്റ് സെയിം അല്ലേ? മറ്റേ ഡിജിറ്റ്സിന്റെ സം 10 അല്ലേ? മറ്റേ ഡിജിറ്റ്സിന്റെ ഒക്കെ സം 10 അല്ലേ? ആ 10 ഉള്ള ഡിജിറ്റ്സ്, അതായത് 3ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തേ. 3 into 7 21. 21 plus 6 27. Then 6 into 6 36. 27 36. 27 36. ഓക്കെ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ 17 into 97. ഇതുപോലൊന്ന് ചെയ്തേ. 17 into 97. ഇതുപോലൊന്ന് ചെയ്തേ. യൂണിറ്റ് ഡിജിറ്റ് സെയിം ആണ്, യൂണിറ്റ് ഡിജിറ്റ് സെയിം ആണ്. 1 into 9 9 ആണ്. 9 plus 7 16 ആണ്. 7 into 7 49 ആണ്. 16 49 ആണ് അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ 56 into 56. ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ആൻസർ കമന്റ് ചെയ്തേ. ലാസ്റ്റ് ഡിജിറ്റ് സെയിം ആണ്. 5 into 5 25 plus 6 ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? 6 into 6 എഴുതുക അല്ലെ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും 64 into 64. 64 into 64 വരത്തില്ലല്ലോ. 64 into 44 ആണ്. 64 into 44 ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം. into 44 എന്നാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? യൂണിറ്റ് ഡിജിറ്റ് സെയിമും ഈ സം 10 വരും. സോ ഇതും കമന്റ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിംപ്ലിഫിക്കേഷന്റെ മോഡലിലോട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. സ്ക്വയർസും സ്ക്വയർ റൂട്ടും ക്യൂബും ക്യൂബ് റൂട്ടും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ താങ്ക് യു.